ഹേ ഗായ്സ്, AI നിങ്ങളെ പണക്കാരാക്കി മാറ്റും. ശരിയാണോ? എനിക്ക് ഈ അടുത്തിടെ വന്നിട്ടുള്ള ഒരു കൺസേൺ ആണ് ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഒരുപാട് AI റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ യൂട്യൂബിലൊക്കെ എസ്പെഷ്യലി ഞാൻ കാണുമ്പോൾ ഇപ്പം ഈ ഒരു അടുത്തിടെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫീഡ്സിലൊക്കെ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI വിൽ മേക്ക് യു റിച്ച്. ഈ ഒരു ടോപ്പിക് ബേസിക്സ് ഒരുപാട് കണ്ടന്റ്സ്, അതായത് ഡിഫറെൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് കണ്ടന്റ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ നിഷിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് എവിടെ നോക്കിയാലും ഐ വിൽ മേക്ക് യു റിച്ച് 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ? യഥാർത്ഥത്തിൽ നമ്മൾ വെറും AI ഉപയോഗിച്ച് മാത്രം നമുക്ക് പണക്കാരായി മാറാൻ പറ്റുമോ? ഈ ഒരു കൺസേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 100% എടുത്താൽ ടോപ്പ് 1%-ൽ നമ്മൾ വരണമെങ്കിൽ എത്ര നമ്മൾ ഏകദേശം ഏൺ ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് ഒരു 21 lakhs per annum എബോവ് ഏൺ ചെയ്യുന്നവരെയാണ് ഈ ഒരു ടോപ്പ് 1%-ൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവരിൽ ഒരാളായി മാറണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ ഈ അടുത്തിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അധികം എക്കണോമിക് ആർട്ടിക്കിൾസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എക്കണോമിക് ഫോറൻസിന്റെ ആർട്ടിക്കിൾസ് ഒരുപാട് അധികം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ ഇത്തരത്തിലെ AI യൂസ് ചെയ്തിട്ട് ഒരുപാട് പേരാണ് ഈ ഒരു ടോപ്പ് 1%-ൽ കയറിയിട്ടുള്ളത്. അതായത് അവർ അത്രയും ഏർണിംഗ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെറും AI ഉപയോഗിച്ചുകൊണ്ട് മാത്രം. അപ്പൊ ഗൈസ്, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഏൺ ത്രൂ AI. അതായത് AI ഉപയോഗിച്ച് എങ്ങനെയാണ് ഭൂരിഭാഗം പേരും എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അത് ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏകദേശം നമ്മൾക്ക് ഒരു 6 to 7 മെത്തേഡ്സ് നോക്കി നോക്കാം എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് ഏൺ ചെയ്യുന്നത്. അതും ഇൻ ദ ബേസിസ് ഓഫ് എ ഗ്രാഫ്. അതായത് ഒരു ഗ്രാഫിന്റെ ബേസിസിൽ നമ്മൾ നോക്കി നോക്കാം. അതായത് എക്സ് ആക്സിസിൽ ഞാൻ ഡിപ്പിക്ട് ചെയ്യുന്ന കോംപ്ലക്സിറ്റിയാണ്. അതായത് ഇപ്പോൾ AI ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് കുറച്ചധികം വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി സ്കെയിൽ ഞാൻ എക്സ് ആക്സിസിൽ ഡെപ്പിക്ട് ചെയ്യും. പിന്നെ Y ആക്സിസിൽ ഞാൻ ഓഡിയൻസ് സൈസ്, എത്രത്തോളം ആൾക്കാരാണ് നമ്മൾ ആ ഒരു സർവീസ്, നമ്മൾ ആ ഒരു കണ്ടന്റ് കാണാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഓഡിയൻസ് സൈസ് Y ആക്സിസിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അഡൽട്ട് കണ്ടന്റ് AI അവതാർസ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്രാഫ് ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ ലോ കോംപ്ലക്സിറ്റിയും പിന്നെ ഹൈ പീപ്പിളുമാണ്, അതായത് ഹൈ ഓഡിയൻസ് റേഞ്ചും വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ചൂഷണം ചെയ്യാന്ന്, അവർക്ക് കിട്ടുന്ന ഒരു ഡോപ്പാമിൻ സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ AI അവതാർസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കറോസ് ഓഫ് റുപ്പീസ് ആണ് ഒരുപാട് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് തുടങ്ങിയിട്ട് അവരിങ്ങനെ ഒരു ലൈക്ക് കോളിങ് എ ഗേൾഫ്രണ്ടിനെ കോൾ ചെയ്യുക, അങ്ങനെ ഒരു മീനിങ്ങിൽ വരും. അപ്പം വീഡിയോ കോൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ AI അവതാർസിനെ കൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിലൂടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് ആഡ് റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കുറേ അധികം പ്രോബ്ലംസ് വരുന്നുണ്ട്. ലീഗൽ ഇഷ്യൂ ഉണ്ട്. സെർട്ടൈൻ കൺട്രീസിൽ കാര്യങ്ങളിലൊന്നും ഇത് ലീഗലല്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം പ്രോബ്ലംസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻസ്റ്റന്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അധികം എമൗണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI അവതാർ ഓട്ടോമേഷൻ ആണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവർ ഏകദേശം ഒരു മോഡൽ ഫോം ചെയ്തിട്ടുണ്ടാവും, ഒരു AI-ൻ്റെ രൂപം ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു AI-ൻ്റെ രൂപം അവർ വീഡിയോയിൽ ഇടും. പിന്നെ അതിന് വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുക ചെയ്യുക. അതായത് അവർക്ക് ഫേസോ കാര്യങ്ങളൊന്നും കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ ഇത്തരത്തിലൊരു AI മോഡൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു മോഡലിനെ കൊണ്ട് അവർ സംസാരിപ്പിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു AI ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. പിന്നെ ഒരുപാട് അധികം ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ കാണാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് അധികം AI അവതാർസ് ഇതുപോലെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ കാര്യങ്ങൾ വ്യൂസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അധികം വ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്ക് ആഡ് റവന്യൂ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് മണി മേക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പം അധികം കോംപ്ലക്സിറ്റി വരുന്നില്ലല്ലോ. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെമി വെർച്വൽ ഇൻഫ്ലുവൻസർ. അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് ആൾക്കാർക്കൊന്നും സമയമില്ല. അപ്പോൾ അവർക്കിപ്പം ബിസിനസ് കാര്യങ്ങളൊക്കെ റണ്ണ് ചെയ്യാണ്ടാവും. പക്ഷെ അവർ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു മുന്നേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ റൺ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കിപ്പം ടൈമോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ, ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും റൺ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരൊരു ഓട്ടോമാറ്റഡ് രൂപം ഉണ്ടാക്കും. അതായത് അവരെ AI ഓട്ടോമേഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രൂപം ഉണ്ടാക്കി വയ്ക്കും.
അപ്പോൾ എക്സാക്ട്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആള് ഇരുന്ന് പറയുന്നത് പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ രൂപം അവിടെ വന്നിരിക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഹേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അധികം ആപ്സ് ഉണ്ട്. ആ ഒരു ആപ്സ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിലേക്ക് നമുക്ക് വേണ്ട വോയിസ് ഓവർ, നമുക്ക് എന്താണോ സ്ക്രിപ്റ്റ് വേണ്ടത് ആ സ്ക്രിപ്റ്റ് നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കി കാര്യങ്ങൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണോ പറയുന്നത്, എങ്ങനെയാണോ ഞാൻ ഡയറക്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കിട്ടുന്നത്, അതുപോലെ തന്നെ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടൈം ലാഭം അല്ലേ. അതായത് നമ്മളെ ഒരു എന്താ പറയുക, ഇന്നോവേറ്റീവ് പവർ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയധികം ടൈംസ് നമുക്ക് ലാഭിക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരുപാടധികം ഇൻകം ജനറേറ്റ് ചെയ്യാനും കഴിയും. പിന്നെ നാലാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ഏജൻസി ഓട്ടോമേഷൻ. അതായത് ഒരുപാടധികം പരസ്യ കമ്പനികൾ ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവരെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആഡ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യും. അത് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാടായിരുന്നു. നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യണം, മാനുവലി ഷൂട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണം. പക്ഷെ ഇന്ന് AI ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ChatGPT യൂസ് ചെയ്യാം. ChatGPT യൂസ് ചെയ്തിട്ട് അവർ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. പിന്നെ ഒരുപാടധികം Zapier പോലുള്ള ഒരുപാടധികം ക്യാമ്പയിനിങ്, നമുക്ക് ആഡ് ക്യാമ്പയിനിങ് നടത്താൻ പറ്റില്ല ഒരുപാടധികം വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആഡ് ക്യാമ്പയിനിങ് നടത്താം. അതായത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആഡ് ക്യാമ്പയിൻ നടത്താം. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാം, ഇമെയിലിലൂടെ ചെയ്യാം. അങ്ങനെ എല്ലാം നമുക്ക് AI ഓട്ടോമേറ്റഡ് ആയിട്ട് ആ ഒരു AIക്ക് വിട്ടുകൊടുത്താൽ മതി, അവർ ചെയ്തോളും. പിന്നെ അഞ്ചാമതായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസൾട്ടൻസി ആൻഡ് കൊഹറൻറ്റ് കോഴ്സസ്. അതായത് ഒരുപാടധികം കോഴ്സസ് കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഓൺലൈനിലൂടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കോഴ്സസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്. ലൈക്ക് നമുക്ക് ഒരു സ്കിൽസ് കാര്യങ്ങളൊക്കെ, ടീച്ചിങ് സ്കിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഹറൻ്റ് ആയിട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് AI ആ ഒരു കാര്യങ്ങൾ കൂടിയിട്ടാണ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ആറാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഫിലിയേറ്റ് ലിങ്ക്. അതായത് അഫിലിയേറ്റ് ലിങ്കിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ലൈക്ക് AI ഓട്ടോമേഷനിലൂടെ നമുക്ക് ഒരുപാടധികം ആർട്ടിക്കിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ആർട്ടിക്കിൾസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമേറ്റ് ചെയ്യും. അതായത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്സ് കാര്യങ്ങളൊക്കെ, അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ബെസ്റ്റ് കമ്പ്യൂട്ടർ ഏതാണെന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ലിങ്ക്, അഫിലിയേറ്റ് ലിങ്ക് ഫ്ലിപ്കാർട്ടിനും ആമസോണിനും ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിലിട്ടിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കിന്ന് ഒരു ആർട്ടിക്കിൾ അല്ല ഒരു സമയം പോസ്റ്റ് ചെയ്യാൻ പറ്റും. AI ഓട്ടോമേഷനിലൂടെ നമുക്ക് തൗസൻഡ്സ് ഓഫ് ആർട്ടിക്കിൾസ് നമുക്ക് ഒരേ ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ അത് കാര്യം വായിച്ചിട്ട് ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പക്ഷേ ഇത് എളുപ്പമല്ല, ഹൈ കോംപ്ലക്സിറ്റിയാണ്. കാരണം ഒരുപാടധികം ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, AI ഓട്ടോമേഷനിലൂടെ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമുക്കിതൊന്നും നല്ല രീതിക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ആൾക്കാർ മെയിനായിട്ടും ഈ ഒരു AI ഉപയോഗിച്ചിട്ട് കറൻ്റ്ലി ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ, നമ്മൾ ഈ ഒരു AI ഉപയോഗിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണക്കാരാവുന്നതാണോ? AI ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണക്കാരാവുന്നതാണോ ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഒരിക്കലല്ല, നമ്മൾ അങ്ങനെയൊന്നും പൈസക്കാരാവില്ല. ഇപ്പോൾ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അവർ AI ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റ് കാര്യങ്ങൾക്കൊക്കെ AI കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യാനൊക്കെ AI ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർ എപ്പോഴും യുണീക്ക് ഐഡിയാസ് കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. അവർ ഓഡിയൻസിന് കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്. അതിന് ഒരുപാടധികം കാര്യങ്ങൾ അതിന് ബാക്കിൽ വരുന്നുണ്ട്. എഡിറ്റിംഗ് സ്കിൽസ് കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ അതിന് ബാക്കിൽ നടന്നാൽ മാത്രം, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറഞ്ഞത്, ക്രിയേറ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്, ആ ഒരു കാര്യങ്ങൾ നടന്നാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് പാക്കേജസ് ആയിട്ട് നമുക്ക് അതൊന്ന് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി AI കൊണ്ട് മാത്രം നമുക്ക് റിച്ചർ ആവാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതായത് ഇപ്പോൾ ഒരാൾക്കൊരു കോണ്ടാക്ട്സും ഇല്ല, അയാൾക്കൊരു ഇമാജിനറി പവർ ഇല്ല, അയാൾക്കൊരു ഐഡിയ ക്രിയേറ്റിംഗ് മൈൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെടുത്ത് AI കിട്ടിയാൽ അത് നമുക്ക് എങ്ങനെ ഉപമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ കുഞ്ഞുവാവേൻ്റെ കയ്യിൽ നമ്മളൊരു ഫെറാറി അല്ലെങ്കിൽ ലംബോർഗിനി എങ്ങനെയാണോ എടുത്തു കൊടുത്തത്, അതുപോലെ ആയിരിക്കും നമുക്ക് ഒരു AI കിട്ടിയിട്ടുള്ള കാര്യം. അതായത് നമുക്ക് വേണ്ട സ്കിൽസോ കോണ്ടാക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് AI ഉപയോഗിച്ച് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ക്ലോണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഫേസ് വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ഫേസ് വെച്ചിട്ട് അവരവിടെ ആക്ച്വലി ഉണ്ടാവില്ല, അവരുടെ അതർ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമോ, പക്ഷെ അവർ ക്ലോണിങ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് അതിലിട്ടിട്ട് അവർ സോഷ്യൽ മീഡിയ റൺ ചെയ്യുന്നതിലൂടെ അവർക്ക് ആഡ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അവർക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ രണ്ടാമതായിട്ട് കൺസൾട്ടിങ് ആൻഡ് ഓട്ടോമേഷൻ കോഴ്സ്.
അതായത് ഇവർക്ക് പ്രത്യേകിച്ച് വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഡിങ്ങിൽ കഴിവ് വേണം, ഒരു ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡിങ്ങിൽ കാര്യങ്ങളൊക്കെ കഴിവ് വേണം. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല. AI ഉപയോഗിച്ച് നമുക്ക് പല അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു ഇത്തരത്തിലൊരു കാര്യമൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരും ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ ഇത്തരത്തിലെ AI ടൂൾസിനെ പറ്റി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസൾട്ടൻസി കമ്പനീസ് കാര്യങ്ങളൊക്കെ തുടങ്ങാം. അതിൽ നമുക്ക് ആഡ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. അതായത് ഇമെയിൽ മാർക്കറ്റിംഗ്, പിന്നെ നമുക്ക് വാട്സപ്പ് ഓട്ടോമേറ്റഡ് മെസ്സേജസ് കാര്യങ്ങളൊക്കെ, പിന്നെ കോൾഡ് ഇമെയിൽസ് അടിക്കുക, അതൊക്കെ AI ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സ്മോൾ ബിസിനസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് തരും. നമ്മൾ ഈ ഒരു മന്ത്ലി നമ്മൾ ഈ ഒരു ആഡ് ക്യാമ്പയിൻസ് അവർക്ക് റൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മൂന്നാമതായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ AI ഓട്ടോമേഷൻ നമുക്ക് ഒരുപാടധികം ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ AI ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലെ ആൾക്കാർ അത് വായിക്കുകയാണ്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരുപാടധികം ഷെയർ ചെയ്ത് പോയിട്ട് റീച്ചൊക്കെ ഒരുപാടധികം ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കമ്മീഷൻ ഏൺ ചെയ്യുന്ന ഒരുപാടുണ്ട്. അതായത് നമുക്ക് മന്ത്ലി കറോസ് വരെ ഏൺ ചെയ്യുന്ന ഒരുപാടധികം ക്രിയേറ്റേഴ്സ് ഉണ്ട്. ക്രിയേറ്റേഴ്സ് അല്ലാത്തവരുണ്ട്, ഇത്തരത്തിലെ ബ്ലോഗ്സ്, ആർട്ടിക്കിൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നവരും ഉണ്ട്. അപ്പോൾ ഗൈസ്, അറ്റ് ദ ലാസ്റ്റ് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. AI നോട്ട് ഈക്വൽ ടു റിച്ച്, AI പ്ലസ് സ്കിൽ ഈക്വൽ ടു പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു എഫിഷ്യൻസി ഈക്വൽ ടു റവന്യൂ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിയാണ് നമുക്ക് പിന്നെ എന്ത് ചെയ്യുമോ, റവന്യൂ ജനറേഷൻ ചെയ്യുമോ ഇല്ലേന്ന് നമുക്ക് അറ്റ് ദ ലാസ്റ്റ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ AIനെ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് AI ടൂൾ മാത്രം നമ്മളെ കയ്യിൽ കിട്ടിയോണ്ട് ആരും ഒരിക്കലും റിച്ചർ ആവാൻ പോകുന്നില്ല. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും AI ഉണ്ടല്ലേ, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് AI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും റിച്ചർ ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ AIനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു നമുക്ക് ഭാവിയിൽ ഒരു റിച്ചറായി മാറാൻ കഴിയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.